മഹാരാഷ്ട്രയിലെ പാൽക്കർ ജില്ലയിൽ നിന്നുള്ള വാർത്ത മനുഷ്യക്കടത്തിന്റെയും ബാലപീഡനത്തിന്റെയും ഭീകരമുഖം വീണ്ടും തുറന്നു കാട്ടുന്നു. വെറും 12 വയസ്സ് മാത്രമുള്ള ഒരു ബംഗ്ലാദേശി പെൺകുട്ടി 3 മാസത്തിനിടെ 200-ലധികം പേരാൽ ലൈംഗികമായി ചൂഷണം ചെയ്യപ്പെട്ടുവെന്ന വെളിപ്പെടുത്തൽ ഞെട്ടിക്കുന്നതാണ്. ഇത് വെറും ഒരു സംഭവമല്ല, മറിച്ച് രാജ്യത്തെ കുറ്റകൃത്യം ശൃംഖലയുടെ ആഴം എത്രത്തോളം ഉണ്ടെന്ന് ഓർമ്മിപ്പിക്കുന്ന ഒരു ദുരന്തമാണ്. ഒരു വിഷയത്തിൽ സ്കൂളിൽ തോറ്റതിനെ തുടർന്ന് മാതാപിതാക്കളെ ഭയന്ന് ഒരു സ്ത്രീക്കൊപ്പം ഒളിച്ചോടിയതാണ് ഈ പെൺകുട്ടി. എന്നാൽ ആ സ്ത്രീ അവളെ രഹസ്യമായി ഇന്ത്യയിലേക്ക് കടത്തിക്കൊണ്ടുവന്ന് ഒരു വേശ്യാവൃത്തി റാക്കറ്റിന് കൈമാറുകയായിരുന്നു. ഈ റാക്കറ്റാണ് പെൺകുട്ടിയെ ഗുജറാത്തിലെ നാദിയതിലേക്ക് കൊണ്ടുപോവുകയും അവിടെ വെച്ച് ക്രൂരമായി പീഡിപ്പിക്കുകയും ചെയ്തത്. ഒരു കുട്ടിയുടെ നിഷ്കളങ്കമായ ഒരു പിടവിനെ പോലും മുതലെടുക്കാൻ തയ്യാറുള്ള കുറ്റവാളികളുടെ ഈ മനസ്സ് എത്രത്തോളം ദുഷിച്ചതാണെന്ന് ഇത് വ്യക്തമാക്കുന്നു. എൻജിഒകളായ എക്സോഡസ് റോഡ് ഇന്ത്യ ഫൗണ്ടേഷൻ, ഹാർമണി ഫൗണ്ടേഷൻ എന്നിവയുടെ സഹായത്തോടെയാണ് പോലീസ് ഈ കുട്ടിയെ രക്ഷപ്പെടുത്തിയത്. മീര ഭായന്ദർ വസായി വിരാർ പോലീസിന്റെ മനുഷ്യക്കടത്ത് വിരുദ്ധ യൂണിറ്റ് നടത്തിയ ഓപ്പറേഷനിലാണ് പെൺകുട്ടിയെ കണ്ടെടുത്തത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഇതുവരെ 10 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. എന്നാൽ പെൺകുട്ടിയുടെ മൊഴി അനുസരിച്ച് 200-ൽ-അധികം പുരുഷന്മാർ ഈ ക്രൂരതയിൽ പങ്കാളികളായിട്ടുണ്ട്. ഇതിൽ ഉൾപ്പെട്ട മുഴുവൻ കുറ്റവാളികളെയും അറസ്റ്റ് ചെയ്യണമെന്ന് ഹാർമണി ഫൗണ്ടേഷൻ സ്ഥാപകൻ എബ്രഹാം മത്തായി ശക്തമായി ആവശ്യപ്പെട്ടു. ഈ ശൃംഖലയുടെ വേരുകൾ കണ്ടെത്താനും കൂടുതൽ കുറ്റവാളികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാനും പോലീസ് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സംഭവം ഒറ്റപ്പെട്ടതല്ലെന്ന് സാമൂഹിക പ്രവർത്തകർ ചൂണ്ടിക്കാട്ടുന്നു. സമാനമായ നിരവധി കേസുകൾ രാജ്യത്ത് പലയിടത്തും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ടെന്ന് സാമൂഹിക പ്രവർത്തകനായ മധു ശങ്കർ പറയുന്നു. പിന്നോക്കം നിൽക്കുന്ന ഗ്രാമങ്ങളിൽ നിന്ന് കുട്ടികളെ കടത്തിക്കൊണ്ടുവന്ന് നഗരങ്ങളിൽ ഭിക്ഷാടനത്തിനും പിന്നീട് വേശ്യാവൃത്തിക്കും ഉപയോഗിക്കുന്നു. വേഗത്തിൽ പക്വതയിലെത്താൻ കുട്ടികൾക്ക് ഹോർമോൺ കുത്തിവയ്പ്പുകൾ പോലും നൽകുന്നുണ്ടെന്ന വെളിപ്പെടുത്തൽ ഈ കുറ്റകൃത്യങ്ങളുടെ ഭീകരത വർദ്ധിപ്പിക്കുന്നു. ഈ ദുരിതം നമ്മുടെ സാമൂഹിക വ്യവസ്ഥയിലെ വലിയ പാളിച്ചകൾ തുറന്നു കാട്ടുന്നു. അതിർത്തി കടന്നുള്ള മനുഷ്യക്കടത്ത്, ബാലപീഡനം, ലൈംഗിക ചൂഷണം തുടങ്ങിയ കുറ്റകൃത്യങ്ങൾക്കെതിരെ ശക്തമായ നിയമ നടപടികൾക്കൊപ്പം സാമൂഹിക അവബോധവും ആവശ്യമാണ്. പോലീസും സാമൂഹിക സംഘടനകളും ഒരുമിച്ച് പ്രവർത്തിച്ചാൽ മാത്രമേ ഇത്തരം കുറ്റകൃത്യങ്ങൾക്ക് തടയിടാനും നമ്മുടെ കുട്ടികളുടെ സുരക്ഷിതത്വം ഉറപ്പാക്കാനും കഴിയൂ. ഈ സംഭവം നീതിക്കായി ഉറക്കെ നിലവിളിക്കുന്നു. നമ്മൾ ഒരു സമൂഹം എന്ന നിലയിൽ ഇതിനെ ചെവി കൊടുത്തേ മതിയാകൂ. ഈ വാർത്തയിലെ ഏറ്റവും ഞെട്ടിക്കുന്ന ഒരു വശം പെൺകുട്ടി ഒരു ബംഗ്ലാദേശ് പൗരയാണെന്നാണ്. ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ള അതിർത്തി കടന്നുള്ള മനുഷ്യക്കടത്ത് ശൃംഖല എത്രത്തോളം ശക്തമാണെന്ന് ഇത് വ്യക്തമാക്കുന്നു. ഇത്തരം കേസുകളിൽ നിയമ നടപടികൾ വളരെ സങ്കീർണമാണ്. അനധികൃതമായി രാജ്യത്തേക്ക് ആളുകളെ കടത്താൻ കഴിയുന്നത് അതിർത്തികളിലെ സുരക്ഷാ വീഴ്ചയാണ് സൂചിപ്പിക്കുന്നത്. പെൺകുട്ടിയെ ഇന്ത്യയിലേക്ക് കടത്തിക്കൊണ്ടുവന്നത് എങ്ങനെയെന്ന് വ്യക്തമല്ലെങ്കിലും ഇത്തരം സംഭവങ്ങൾ പതിവാണെന്ന് സാമൂഹിക പ്രവർത്തകർ പറയുന്നു. മനുഷ്യക്കടത്ത് റാക്കറ്റുകൾക്കെതിരെ നടപടിയെടുക്കുമ്പോൾ ഇരകളുടെ പൗരത്വം ഒരു പ്രധാന വിഷയമായി മാറാറുണ്ട്. ഇരകൾക്ക് ആവശ്യമായ നിയമസഹായം നൽകുന്നതിനും അവരെ സ്വന്തം രാജ്യത്തേക്ക് തിരികെ അയക്കുന്നതിനും അന്താരാഷ്ട്ര നിയമങ്ങളെ ആശ്രയിക്കേണ്ടി വരും. ഇത് കേസ് നടപടികൾക്ക് കൂടുതൽ കാലതാമസം വരുത്തുന്നു. മനുഷ്യക്കടത്ത് തടയുന്നതിനും ഇരകളെ സംരക്ഷിക്കുന്നതിനും കേന്ദ്രീകൃതമായ ഒരു നിയമം ഇന്ത്യയിൽ നിലവിലില്ല. വിവിധ നിയമങ്ങൾ കൂട്ടിച്ചേർത്താണ് ഇപ്പോൾ കേസുകൾ കൈകാര്യം ചെയ്യുന്നത്. ഇത് കുറ്റവാളികൾ രക്ഷപ്പെടാൻ അവസരം നൽകുന്നു. 200-ലധികം പുരുഷന്മാർ ഒരു 12 വയസ്സുള്ള പെൺകുട്ടിയെ ലൈംഗികമായി ചൂഷണം ചെയ്തു എന്ന വാർത്ത കുറ്റവാളികളുടെ എണ്ണത്തിന്റെ കാര്യത്തിൽ അമ്പരപ്പിക്കുന്നതാണ്. ഇത് വ്യക്തിപരമായ ക്രൂരത മാത്രമല്ല, സമൂഹത്തിലെ ഒരു കൂട്ടം ആളുകളുടെ മനോഭാവത്തിന്റെ പ്രതിഫലനം കൂടിയാണ്. ഇത്തരം കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നവർക്ക് കൃത്യമായ ശിക്ഷ ലഭിക്കുന്നില്ലെന്ന ധാരണ ഒരു പരിധിവരെ ഇത്തരം കുറ്റകൃത്യങ്ങൾ കൂടാൻ കാരണമാകുന്നു. ഈ കേസിൽ എല്ലാ പ്രതികളെയും കണ്ടെത്തുകയും അവർക്ക് കഠിനമായ ശിക്ഷ ഉറപ്പാക്കുകയും ചെയ്യേണ്ടത് നീതിന്യായ വ്യവസ്ഥയുടെ ഉത്തരവാദിത്തമാണ്. കുട്ടികൾക്കെതിരെയുള്ള ലൈംഗിക അതിക്രമം ഒരു വലിയ സാമൂഹിക വിപത്തായി മാറിക്കഴിഞ്ഞു. ഇത് തടയുന്നതിന് ശക്തമായ നിയമങ്ങൾ മാത്രം പോരാ, മറിച്ച് സമൂഹത്തിൽ കുട്ടികൾക്കെതിരായ അതിക്രമങ്ങൾക്കെതിരെ അവബോധം വളർത്തേണ്ടത് അത്യാവശ്യമാണ്. അതിക്രമത്തിന് ഇരയായ കുട്ടികളുടെ മാനസികവും ശാരീരികവുമായ ആരോഗ്യത്തെ ഇത് ഗുരുതരമായി ബാധിക്കുന്നു. ഇത്തരം കുട്ടികൾക്ക് മാനസിക പിന്തുണയും പുനരധിവാസവും നൽകേണ്ടത് ഒരു സമൂഹം എന്ന നിലയിൽ നമ്മുടെ കടമയാണ്. ഈ സംഭവം മനുഷ്യക്കടത്ത് വിരുദ്ധ നിയമങ്ങൾ കൂടുതൽ ശക്തമാക്കുന്നതിന്റെയും ബാലപീഡനത്തിനെതിരായ ബോധവൽക്കരണം വർദ്ധിപ്പിക്കുന്നതിന്റെയും ആവശ്യകതയെ ഓർമ്മിപ്പിക്കുന്നു. ഇത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾ ഇല്ലാതാക്കാൻ പോലീസിനും സാമൂഹിക പ്രവർത്തകർക്കും പുറമെ ഓരോ പൗരനും വലിയ ഉത്തരവാദിത്തമുണ്ട്.